ജോലിക്ക് വേണ്ടി പോയ ഒരു പെൺകുട്ടീനെ സിനിമാ മേഖലയിൽ തന്നെയുള്ള ആളുകൾ റേപ്പ് ചെയ്ത വിഷയത്തിൽ അതിൽ AMMയിലെ പല ആളുകൾക്കും പങ്കുണ്ട്, അതിൽ ശരിയായ രീതിയിൽ ഇടപെടുന്നില്ല എന്ന വിമർശനം വെച്ചുകൊണ്ടാണ് WCC എന്ന് പറയുന്ന സംഘടന ഉണ്ടാവുന്നത്. ആ WCCയുടെ നിരന്തരമായിട്ടുള്ള WCC രൂപീകരിക്കപ്പെട്ടതിന് ശേഷം സിനിമാ മേഖലയിലുള്ള നിരവധി സ്ത്രീകൾ, പെൺകുട്ടികൾ, വിവിധ മേഖലയിലുള്ള ആളുകൾ ഈ സിനിമാ മേഖലയിൽ സ്ത്രീകൾക്ക് വലിയ രീതിയിലുള്ള ചൂഷണങ്ങൾക്ക് വിധേയമാകുന്നു എന്നുള്ള കാര്യം പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ സർക്കാർ ഒരു കമ്മിറ്റിയെ വെച്ചു. അതിൻ്റെ പേരാണ് ഹേമ കമ്മിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഹേമ കമ്മിറ്റി സാധാരണ രീതിയിൽ സർക്കാർ കമ്മീഷൻ കമ്മിറ്റി അതൊക്കെ വയ്ക്കുമ്പോൾ ഇതിൻ്റെ വ്യത്യസ്തതയും വ്യതിരിക്തതയും ഒന്നും സാധാരണ മനുഷ്യർക്കറിയില്ല. സാധാരണ രീതിയിൽ കമ്മീഷൻ ഓഫ് എൻക്വയറീസ് ആക്ട് പ്രകാരം ഒരു കമ്മീഷനെ വെച്ച് കഴിഞ്ഞാൽ അത് നിയമസഭയിൽ ആധികാരികമായി വെക്കണമെന്നുള്ളതാണ് ആ റിപ്പോർട്ട്. അതേസമയം ഇവിടെ അങ്ങനെ വെക്കാതിരിക്കുന്നതിന് കൂടി വേണ്ടി ഒരു റിപ്പോർട്ട് എന്ന രീതിയിൽ, സ്റ്റഡി റിപ്പോർട്ട് എന്ന രീതിയിൽ മാത്രം ഒരു കമ്മിറ്റിയെ വെച്ചു. കമ്മിറ്റിയുടെ ആദ്യ കാലഘട്ടങ്ങളിൽ ആരും തന്നെ പറയാൻ തയ്യാറായില്ലെങ്കിലും പിന്നീട് കമ്മിറ്റിയുടെ മുൻകൈയിൽ തന്നെ WCCയുടെയും ഒക്കെ സഹകരണത്തോടെ നിരവധി ആളുകൾ അവരുടെ പേഴ്സണൽ ഐഡൻറ്റിറ്റി പുറത്ത് പറയരുതെന്ന് പറഞ്ഞുകൊണ്ടും അല്ലാതെയും നിരവധി പരാതികൾ ഹേമ കമ്മിറ്റിക്ക് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കൊടുത്തപ്പോൾ അതിൽ ഹേമ കമ്മിറ്റി കൈകാര്യം ചെയ്ത രീതി എന്ന് പറഞ്ഞാൽ പോലീസ് വഴി ഇങ്ങനെ ഉള്ള ആളുകളെ സമീപിച്ച് അവർക്ക് നോട്ടീസ് കൊടുത്ത് അവരുടെ ഐഡൻറ്റിറ്റി രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ കമ്മിറ്റി റിപ്പോർട്ട്. പക്ഷെ അവർ പറഞ്ഞിരിക്കുന്ന അലിഗേഷൻ പലതും സിനിമാ മേഖലയെ വലിയ രീതിയിൽ മറ്റു പല വ്യക്തികളുടെയും പേഴ്സണൽ പ്രൈവസിയെ ബാധിക്കുമെന്നുള്ളത്, ആ പ്രൈവസി മാനിച്ചുകൊണ്ട് സർക്കാർ ആ റിപ്പോർട്ട് പുറത്തുവിട്ടു. പക്ഷെ സർക്കാർ റിപ്പോർട്ട് പുറത്തുവിടാതിരിക്കുക മാത്രമല്ല, ഹേമ കമ്മിറ്റി മുന്നോട്ട് വെച്ച വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്യപ്പെടുകയോ നിയമനിർമ്മാണം നടത്തുകയോ ആ മേഖലയിൽ വർക്ക് ചെയ്യുന്ന സ്ത്രീകൾക്ക് ആവശ്യമായ സുരക്ഷിതത്വം, പ്രാഥമിക കാര്യങ്ങൾക്കുള്ള കാര്യങ്ങൾ, അവരുടെ ലേബർ റൈറ്റ്സ്, ഇതൊന്നും തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള നിയമനിർമ്മാണമോ മറ്റു കാര്യങ്ങളോ ചെയ്യാനായിട്ട് തയ്യാറായില്ല. 4.5 വർഷം കഴിഞ്ഞു. അങ്ങനെ ചില പത്രപ്രവർത്തകർ വിവരാവകാശ കമ്മീഷന് കൊടുത്ത പരാതിയെ തുടർന്ന് വിവരാവകാശ കമ്മീഷൻ ഇവർക്ക് ഇവരുടെ വിവരാവകാശം പ്രൈവസിയെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് തന്നെ ഹേമ കമ്മിറ്റിയുടെ കാര്യങ്ങൾ പുറത്തുവിടണം, നിഗമനങ്ങൾ പുറത്തുവിടണം, ആരുടെയും പ്രൈവസിയുടെ ബാധിക്കാത്ത കാര്യങ്ങൾ പുറത്തുവിടണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചു. അതിനെതിരെ ഒരു ബന്ധമില്ലാത്ത ഒരാൾ പോയി ഹൈക്കോടതിയിൽ കേസ് കൊടുത്തു. ആ കേസ് തള്ളി. അങ്ങനെ സർക്കാർ ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ടു. ഇതിൽ പ്രധാനം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ എന്ത് പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. 2 വോള്യമായിട്ടാണ് സർക്കാരിന് ഇത് സബ്മിറ്റ് ചെയ്തത്. അതിൽ ഒരു വോള്യത്തിൽ സജഷൻസും നിഗമനങ്ങളുമാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ പ്രധാനമായും അവർ ആ ഹേമ കമ്മിറ്റിയിൽ പറഞ്ഞിരിക്കുന്നത് ഈ സിനിമ മേഖലയിൽ സ്ത്രീകൾ, ഓഡീഷന് വരുന്ന ആളുകളും സിനിമയിൽ അഭിനയിക്കുന്ന സ്ത്രീകളും വലിയ രീതിയിലുള്ള സെക്ഷൽ ഹരാസ്മെൻറ്റിന് വിധേയരാകുന്നുവെന്നും സിനിമയിൽ ഒരു പവർ ഗ്രൂപ്പ് ഉണ്ടെന്നും അവർക്ക് ഇഷ്ടമുള്ളവരെ അക്കോമഡേറ്റ് ചെയ്യും, ഇഷ്ടമില്ലാത്തവരെ ചാൻസുകൾ കൊടുക്കാതെയും അക്കോമഡേഷൻ നടത്താതെയും കാര്യങ്ങൾ ചെയ്യുന്നു. സിനിമാ മേഖലയിൽ വർക്ക് ചെയ്യുന്ന സ്ത്രീകൾക്ക് പ്രാഥമിക ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള സൗകര്യങ്ങളില്ല എന്നും എന്തിന് ഫുഡിൽ വരെ ഡിസ്ക്രിമിനേഷൻ കാണിക്കുന്നു എന്നതാണ് ഹേമ കമ്മിറ്റി ഒരു അനലൈസിങ്ങിൽ പറഞ്ഞത്. അതോടൊപ്പം അവർ ചില നിർദ്ദേശങ്ങൾ വെച്ചു. ഇതുമായി ബന്ധപ്പെട്ടുള്ള നിയമനിർമ്മാണവും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ നിയമങ്ങൾ നടപ്പിലാക്കുന്നതിന് ഒരു സ്പെഷ്യൽ ട്രിബ്യൂണൽ രൂപീകരിക്കണം എന്നുള്ള നിലയിൽ സർക്കാരിന് നിർദ്ദേശം വെച്ചു. ആ നിർദ്ദേശങ്ങൾ പോലും സർക്കാർ നടപ്പിലാക്കുന്നതിന് ശ്രമിച്ചില്ല എന്നതാണ് സർക്കാരിനെതിരായിട്ടുള്ള ഏറ്റവും ശക്തമായിട്ടുള്ള വിമർശനം. ഒരാളുടെ പ്രൈവസിയെ ബാധിക്കുന്ന വിഷയങ്ങൾ സർക്കാർ പുറത്തുവിടുക എന്ന് പറയുന്നത് ശരിയല്ലാത്ത കാര്യമാണ്. ഓരോ വ്യക്തിയുടെയും സ്വകാര്യത സംരക്ഷിക്കപ്പെടേണ്ട കാര്യവുമാണ്. പക്ഷേ സർക്കാരിൻ്റെ മേലുള്ള ഒരു ഉത്തരവാദിത്തം ഉണ്ടായിരുന്നത് ഇത്രയും ഗൗരവമായ രീതിയിൽ ഉണ്ടായ ആ വിഷയങ്ങളെ അഡ്രസ്സ് ചെയ്യുന്നതിനുണ്ടായ 1.46
കോടി രൂപ ചെലവഴിച്ച് ഒരു കമ്മിറ്റിയെ വെച്ചിട്ട് ആ കമ്മിറ്റി വെച്ച റിപ്പോർട്ട് ഒരു തരത്തിലും സ്റ്റഡി ചെയ്യാനോ വായിച്ചു നോക്കാനോ കൺസേൺഡ് ആയിട്ടുള്ള ആളുകൾ, മന്ത്രിമാരടക്കമുള്ള ആളുകൾ തയ്യാറായില്ല. അതിൽ കമ്മിറ്റി പറഞ്ഞിരിക്കുന്ന നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുന്നതിനുള്ള നിയമനിർമ്മാണം ഇതുവരെ നടത്തിയില്ല. ട്രിബ്യൂണൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തില്ല. അപ്പോൾ ഒരു 4-5 വർഷം അങ്ങനെ പോയി. ഇപ്പോൾ വിവരാവകാശ പ്രവർത്തകർക്ക് ഇത് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കമ്മിറ്റിക്കുള്ളിൽ പറഞ്ഞവരല്ല, അല്ലാത്തയും ആളുകൾ വലിയ രീതിയിൽ അവരെ സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷന് ഈ സിനിമാ മേഖലയിൽ വിവിധ ആളുകൾ നടത്തി എന്ന് പറയുന്ന ഓപ്പണായിട്ടുള്ള കാര്യങ്ങൾ TV ചാനലുകൾ വഴി ഓപ്പണായിട്ട് അവർ രംഗത്ത് വരികയും പലരും പരാതികളായിട്ട് കൊടുക്കുകയും സർക്കാർ ഇത്തരം കാര്യങ്ങൾ അന്വേഷിക്കുന്നതിന് വേണ്ടി ഒരു ക്രൈമാണ് ഉണ്ടായിരിക്കുന്നത്. സെക്ഷൽ ഒഫൻസുകൾ എന്ന് പറഞ്ഞ ക്രൈമാണ്. അതുകൊണ്ട് തന്നെ അതിനൊരു കമ്മിറ്റിയെ നിയോഗിച്ച് ഇപ്പോൾ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ അതിനുവേണ്ടി നിയോഗിച്ചിരിക്കുക. അപ്പോഴും സർക്കാർ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മുഴുവനായിട്ട് പുറത്തുവിടണമെന്നും അതിൽ ആ റിപ്പോർട്ടിൽ തന്നെ പറഞ്ഞിരിക്കുന്ന പരാതികളായി പരിഗണിച്ച് ആ കൾപ്രിറ്റ്സിനെതിരായിട്ടുള്ള ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്യണമെന്നുള്ള ആവശ്യം ഉന്നയിച്ച് ഹൈക്കോടതിയിൽ കേസുണ്ട്. അപ്പം അതിന് ഒറ്റ കാര്യമേ ഉള്ളൂ, രാജ്യത്ത് നിയമവ്യവസ്ഥയിൽ വിക്ടിംസിൻ്റെ പ്രൈവസിയാണ്, അല്ലെങ്കിൽ വിക്ടിംസിൻ്റെ പേര് വെളിപ്പെടുത്തുകയോ അവരുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തുകയോ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ബാക്കി ഒരു പ്രതിയുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്താൻ പാടില്ല എന്നുള്ളൊരു നിയമം നമ്മുടെ നാട്ടിലില്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആളുകൾ കൊടുത്തിരിക്കുന്ന പരാതി, അതിലെ പരാതിക്കാരായിട്ടുള്ള ആളുകൾക്ക് അവരുടെ പരാതിയുമായി മുന്നോട്ട് പോവുകയാണോ എന്ന് അന്വേഷിച്ച് SIT കൃത്യമായിട്ടും ആ പരാതിയിൽ പറഞ്ഞ ആളുകൾക്കെതിരെയും നടപടിയെടുക്കണം. അത് നമ്മുടെ നാട്ടിലൊരു കമ്മിറ്റിയോ കമ്മീഷനോ ഒക്കെ ഉണ്ടാവുമ്പോൾ ജനങ്ങൾ പരാതി കൊണ്ടുകൊടുക്കുന്നത് അവർക്ക് ഇത് കമ്മീഷനാണോ കമ്മിറ്റിയാണോ എന്നൊക്കെ അറിയാണ്ട. പക്ഷെ ജെനുവിനായിട്ടുള്ള ഒരു കാര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും SIT അതിൽ നടപടി എടുക്കേണ്ടതാണ്. പിന്നെ ഉള്ളത് ഏറ്റവും അടിയന്തരമായി ഈ സർക്കാരിൻ്റെ ചില പ്രഖ്യാപനങ്ങൾ, ഈ കോൺക്ലേവുകൾ എന്നൊക്കെ പറഞ്ഞുള്ള പ്രഖ്യാപനങ്ങൾ, നമ്മളതിൽ പറയുന്ന ഒരു കാര്യം, 1800ഓളം നിയമങ്ങൾ കേരളത്തിലുണ്ട്. ആദ്യത്തെ കേരള സർക്കാർ മുതൽ തൊഴിലാളി മേഖലയിലുള്ള നിയമനിർമ്മാണങ്ങൾ നടത്തിയിട്ടുണ്ട്. തൊഴിലാളികളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട നിയമനിർമ്മാണങ്ങൾ നടത്തി അത് ആ മേഖലയിലുള്ള കൺസേൺഡ് ആയിട്ടുള്ള ആളുകളുടെ അഭിപ്രായങ്ങൾ തേടി ഒരു ഡ്രാഫ്റ്റ് ഉണ്ടാക്കി. ആ ഡ്രാഫ്റ്റുമേ ക്രിയാത്മകമായ ചർച്ചകൾ നടത്തി അത് നിയമനിർമ്മാണം നടത്തുക എന്ന് പറയുന്നത്. അതിനാണ് നിയമവകുപ്പും അതുപോലെ അനുബന്ധ വകുപ്പുകളും ഒക്കെ നമുക്ക് ലേബർ ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്, നിയമവകുപ്പുകളുണ്ട്, പിന്നെ ആ ട്രേഡ് യൂണിയൻസ് ഉണ്ട്. അവരുടെയൊക്കെ അഭിപ്രായങ്ങൾ പരിഗണിച്ച് അത് ചെയ്യാമെന്നുള്ളതാണ്. ഇപ്പം അതിലേറ്റവും വലിയ വിമർശനം സർക്കാരിൻ്റെ അടുത്ത് വന്നത് ഈ കോൺക്ലേവ് നടത്തുമ്പോൾ ഈ സ്ത്രീകളെ, ഒരു കോൺക്ലേവ് നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു മുതലാളിയും ഒരു തൊഴിലാളിയും ഒരു ടേബിളിന് അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്ന് ചെയ്യുന്ന ഒരു വിഷയമല്ല കോൺക്ലേവ്. ഇപ്പോൾ ഒരു മേഖലയിൽ നിയമനിർമ്മാണം നടത്തുമ്പോൾ ചിലപ്പോൾ മുതലാളിമാരെയും തൊഴിലാളി പ്രതിനിധികളെയും ഒരുമിച്ചിരുത്തി അല്ലെങ്കിൽ തൊഴിലാളികളുടെ അഭിപ്രായം അങ്ങനെ പരിഗണിക്കാൻ എന്നത് ജനാധിപത്യപരമായി ശരിയായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ ഈ സിനിമ മേഖലയിൽ ഇപ്പം എന്താ, അവിടെ മറ്റ് സ്ഥലങ്ങളിൽ സെക്ഷൽ ഹരാസ്മെൻറ്റ്, ക്രിമിനൽ ഒഫൻസുകളില്ല, ഡിസ്ക്രിമിനേഷൻ ഉണ്ടാവാം. ചിലപ്പോൾ മിനിമം വേജസ് നടപ്പിലാക്കുന്നുണ്ടാവില്ലായിരിക്കാം, അല്ലെങ്കിൽ കൂലിയെ സംബന്ധിച്ചുള്ള തർക്കങ്ങൾ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ തൊഴിലാളികളുടെ മറ്റ് വർക്കിംഗ് കണ്ടീഷനെ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം. അതൊക്കെ ഒരു ടേബിളിന് ചുറ്റും ഇരുന്ന് ചെയ്യാൻ പറ്റും. പക്ഷെ ഒരു ക്രൈം ചെയ്തിട്ടുള്ളത് ഒരു ടേബിളിന് ചുറ്റും ഒരിക്കലും ഇരിക്കാൻ പറ്റില്ല. ഒരു സ്ത്രീയെ സംബന്ധിച്ച് അവരുടെ സമ്മതമില്ലാതെ ഏതൊരു വ്യക്തിയും, അത് മുതലാളി ആയിക്കോട്ടെ, സിനിമാ നടനായിക്കോട്ടെ, പ്രൊഡ്യൂസർ ആയിക്കോട്ടെ, സംവിധായകനായിക്കോട്ടെ, ആരായാലും അവരുടെ സമ്മതമില്ലാതെ അവരുടെ ശരീരത്തെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ, അവർക്ക് മാനഹാനി ഉണ്ടാകുന്ന രീതിയിൽ ഏത് പ്രവർത്തനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊരു ക്രൈമാണ് ഇന്ന് നമ്മുടെ ജുഡീഷ്യൽ സംവിധാനത്തിൽ, നമ്മുടെ നിയമവ്യവസ്ഥയിൽ. അതുകൊണ്ട് തന്നെ ആ ക്രൈമിന് കൃത്യമായിട്ടുള്ള ശിക്ഷ നടപ്പിലാക്കുകയാണ് വേണ്ടത്. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് ഈ ക്രൈം ചെയ്യുന്ന പവർ ഗ്രൂപ്പ് ഉണ്ടാക്കി തങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവരെ സിനിമാ മേഖലയിൽ നിന്ന് ഇല്ലാതാക്കുന്ന, നമുക്ക് ഇഷ്ടമില്ലാത്തവരെ കലാമേഖലയിൽ നിന്ന് ഇല്ലാതാക്കുന്ന, ഒരു ഫീൽഡിൽ നിന്ന് തന്നെ ഔട്ടാക്കാൻ നിൽക്കുന്ന സ്ത്രീകളെയും പുരുഷന്മാരെയും സെക്ഷൽ ഹരാസ്മെന്റിന് വിധേയരാക്കുന്ന ആളുകളും ആ പീഡനത്തിന് വിധേയരാകുന്ന മനുഷ്യരും ഒരേ സ്ഥലത്തിരുന്ന് കോൺക്ലേവിൽ സംസാരിക്കുക എന്ന് പറയുന്നത് അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധമായ ഈ വിക്ടിംസിനോട് കാണിക്കുന്ന അപമാനകരമായിട്ടുള്ളൊരു കാര്യമാണ്. സർക്കാർ പക്ഷേ ആ കോൺക്ലേവ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുകയാണ്.
മറ്റ് ആളുകളുടെ അഭിപ്രായങ്ങൾ, അതിൻ്റെ കൺസേൺഡ് ആയിട്ടുള്ള ആളുകളല്ലേ, WCC ആണെങ്കിലും അതിലെ പ്രധാനപ്പെട്ട ആളുകളാണെങ്കിലും വനിതാ മേഖലയിലിരിക്കുന്ന ആളുകളാണെങ്കിലും ട്രേഡ് യൂണിയൻ ആളുകളാണെങ്കിലും ഈ കോൺക്ലേവ് എന്ന് പറയുന്നത് ഈ പീഡിപ്പിക്കുന്ന ആളുകളും പീഡിപ്പിക്കപ്പെടുന്നവരും വിക്ടിംസും വേട്ടയാടപ്പെടുന്നവരും ഒരുമിച്ചിരുന്നുള്ള കോൺക്ലേവുകൾ ശരിയല്ല എന്ന അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ അഭിപ്രായങ്ങളെ ഒന്നും മാനിക്കാൻ സർക്കാർ തയ്യാറായിട്ടില്ല. സർക്കാരിന് ഈ കോൺക്ലേവ് നടത്താതെ തന്നെ WCCയുടെ അതടക്കമുള്ള ആളുകളുടെ സ്ത്രീകളുടെ പക്ഷത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ ഈ മേഖലയിൽ നിൽക്കുന്ന ഇരകളാക്കപ്പെടുന്ന മനുഷ്യരുടെ അഭിപ്രായങ്ങൾ തേടാനാകുന്ന അവസരമുണ്ട്. അത് സ്വകാര്യമായോ അല്ലെങ്കിൽ അവരെ മാത്രം കേൾക്കുന്ന ഒരു കാര്യം ചെയ്യാം. അപ്പുറത്ത് സെപ്പറേറ്റ് ആയിട്ട് അപ്പുറത്തെ വിഭാഗങ്ങൾക്കും ചിലപ്പോൾ അഭിപ്രായങ്ങളുണ്ടാവാം, അതുപോലെ തന്നെ അവരുടെ കാര്യങ്ങളുണ്ടാവാം. അവരൊക്കെ വിളിച്ച് സംസാരിക്കാൻ സെപ്പറേറ്റ് യോഗങ്ങൾ ചേർന്ന് അവരുടെ അഭിപ്രായങ്ങൾ ക്രോഡീകരിക്കുകയാണ് ഒരു ജനാധിപത്യ സർക്കാർ ചെയ്യുക. അതല്ലാതെ ഒരു മാമാങ്കം എന്ന നിലയിൽ ഈ വക കാര്യങ്ങൾ നടത്തി അതേ വേട്ടക്കാരുടെ മുന്നിൽ ചെന്ന് ഇരിക്കുന്ന സ്ത്രീകൾക്ക് അത് എത്രമാത്രം അപമാനകരമാണെന്ന് ജനാധിപത്യ സർക്കാരുകൾ തിരിച്ചറിയണം. അന്ന് പിന്നെയും അവരെ അവിടേക്ക് കൊണ്ടിരുത്തുന്നത് പോലും ഒരു വലിയ ക്രൂവൽറ്റിയാണ്. അത് സർക്കാർ പിന്മാറുകയും ഈ രീതിയിൽ ശരിയായ രീതിയിൽ അവരുടെ അഭിപ്രായങ്ങൾ ഓരോ വിഭാഗത്തിനെയും ഇൻഡിവിജ്വലായി കേട്ട് അവരുടെ ഗ്രൂപ്പുകളെയും അവരുടെ ഓർഗനൈസേഷൻസിനെയും സെപ്പറേറ്റ് കേട്ട് അവരുടെ അഭിപ്രായങ്ങൾ മനസ്സിലാക്കി ഒരു ഡ്രാഫ്റ്റ് ഉണ്ടാക്കി ആ ഡ്രാഫ്റ്റിന്മേ നല്ല രീതിയിലുള്ള ചർച്ചകൾ ചെയ്ത് അത് നിയമനിർമ്മാണം അടിയന്തരമാക്കി നിർത്തി ഒരു ട്രൈബ്യൂണൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ് സർക്കാർ അടിയന്തരമായിട്ട് ചെയ്യേണ്ടത്. അതല്ലാത്ത കാര്യങ്ങൾ ഒരു ഇടതുപക്ഷ സർക്കാരിന് ഭൂഷണമല്ല, ജനാധിപത്യ സിസ്റ്റത്തിൽ അത് നല്ലതല്ല. പിന്നെ ഈ ക്രൈമിന് കൃത്യമായും ശിക്ഷ വേണം. ക്രൈമിൽപ്പെട്ട ആളുകളെ, ക്രൈം ചെയ്ത ആളുകളെ, ബലാത്സംഗം ചെയ്യപ്പെട്ട ആളുകൾ, MLA-മാരായിട്ട് തുടരുന്നതും ബലാത്സംഗം ചെയ്യപ്പെട്ട ആളുകൾ ഈ സിനിമാ നയരൂപീകരണ കമ്മിറ്റികളിൽ ഉണ്ടാകുന്നതും ഈ ബലാത്സംഗം ചെയ്യുന്ന അതേ ക്രൈം ചെയ്യുന്ന ആളുകൾ ഇതേ കുറ്റങ്ങൾ ചെയ്യുന്നതിന് പീഡിപ്പിക്കപ്പെട്ട ആളുകളുടെ മുന്നിൽ വന്ന് ഇവർക്ക് വേണ്ടി നിയമനിർമ്മാണം നടത്തുന്ന കാപട്യം നിറഞ്ഞൊരു അവസ്ഥ, അത് ശരിയായിട്ടുള്ള ഒരു രീതിയല്ല. അത്തരത്തിൽ MLA-യെ സംരക്ഷിക്കുന്നത് സർക്കാരിന് വലിയ ഡാമേജ് ഉണ്ടാക്കുന്നതാണ്. ഒരു തരത്തിലും മുകേഷിനെ പോലുള്ള MLA-മാർക്കെതിരെ വന്നിരിക്കുന്ന ഈ ആരോപണം മറ്റ് നടന്മാർക്കെതിരെ, മുകേഷ് എന്ന് പറഞ്ഞ ഒരു MLA-യെ സംരക്ഷിക്കുമ്പോൾ ഇതേ ക്രൈം ചെയ്ത ആളുകൾക്ക് എല്ലാവർക്കും സംരക്ഷണം ഉറപ്പുവരുത്തുന്ന രീതിയിലായിരിക്കും. അപ്പോൾ ഇത് ഇടതുപക്ഷ സർക്കാർ വേട്ടക്കാർക്കൊപ്പമാണ് എന്ന് ജനങ്ങൾ ചിന്തിക്കുന്ന നിലയിലേക്ക് ആ കാര്യങ്ങൾ മാറും. അതിനിടവരുത്താതെ സർക്കാർ ജനാധിപത്യത്തെ ഉയർത്തിപ്പിടിച്ച് സ്ത്രീകളുടെ പക്ഷത്ത് നിൽക്കണം എന്നതാണ് നമുക്ക് പറയാനുള്ളത്.